ഹായ്, നമുക്ക് ഇന്ന് ഒരു ഓവനും ഇല്ലാതെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കിന്റെ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം. ഒരു ചോക്ലേറ്റ് കേക്കിന്റെ റെസിപ്പിയാണ്. നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം കേട്ടോ. അതിന്റെ ഇതുപോലെ അടിപൊളിയായിട്ട് കിട്ടും. വീട്ടിലൊക്കെ പെട്ടെന്ന് നമുക്ക് പിള്ളേർക്ക് തയ്യാറാക്കി കൊടുക്കാം. എന്താ റെസിപ്പിയിലോട്ട് പോവാം. ഇപ്പൊ ഞാൻ ഈ ഒരു കപ്പിന് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഒരു 3/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണ് ഉപ്പ് എടുത്തിട്ടുണ്ട്. ഉപ്പ് ഇട്ട് കൊടുത്തു. അത് നല്ലതായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു കപ്പിന് 3/4 കപ്പ് പാൽ എടുത്തിട്ട് അതിനകത്തൊരു 50 ഗ്രാം ബട്ടർ ചേർത്ത് ആദ്യം മെൽറ്റ് ആക്കി എടുക്കുക. ഇത് നല്ലതായിട്ടൊന്ന് മെൽറ്റ് ആക്കി തിളപ്പിച്ചെടുക്കുക. പാല് ബട്ടർ ഇട്ട് മെൽറ്റ് ആക്കി എടുക്കുക. നമ്മൾ ആദ്യം നമ്മുടെ മൈദയൊക്കെ വെച്ചേക്കുന്നത് സെറ്റാക്കി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പാലും ഈ ബട്ടറൂടെ മെൽറ്റ് ആക്കി എടുക്കുന്നു. എന്നിട്ട് ഇതൊന്ന് മെൽറ്റ് ആക്കി വെച്ചതിന് ശേഷം നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് 3 മുട്ട എടുക്കാം. 3 മുട്ട എടുത്തു. അതിലേക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമുക്ക് ഒരു 3/4 ടീസ്പൂണ് വാനില എസൻസും ഒരു 3/4 ടീസ്പൂണ് പൈനാപ്പിൾ എസൻസും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ആക്കി യോജിപ്പിച്ചെടുക്കുക. നല്ലതായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് നല്ലതായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അടിപൊളിയായിട്ട് ഇതുപോലെ നല്ല സെറ്റായിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് നല്ലതായിട്ട് പതപ്പിച്ച് അടിപൊളിയായിട്ട് എടുക്കുക. എന്നിട്ട് അതിലേക്കൊരു 3/4 കപ്പ് പഞ്ചസാര പൊടിയെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഷുഗർ പൊടിച്ചതാണ്. അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതായിട്ട് ഇത് ഇളക്കി അങ്ങോട്ട് മിക്സ് ആക്കിയതിനു ശേഷം ഒന്നുകൂടെ നല്ലതായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ബീറ്റിംഗ് മെഷീൻ അല്ലെങ്കിൽ നല്ലതായിട്ട് തവിയും കൊണ്ടായാലും നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് പതപ്പിച്ചെടുത്താൽ മതി. അതിനുശേഷം നമുക്കൊരു ബൗൾ എടുത്തിട്ട് ഒരു 2 ടേബിൾ സ്പൂണ് ചോക്ലേറ്റ് പൗഡർ ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂണ്. അതിലേക്ക് ഒരു സ്വല്പം പാലൂടെ ചേർത്ത് ഒന്ന് മിക്സ് ആക്കി നല്ലതായിട്ട് ഇളക്കി നല്ല മിക്സ് ആക്കി അങ്ങ് എടുക്കുക. ഇതുപോലെ നല്ലതായിട്ട് അടിപൊളിയായിട്ട് മിക്സ് ആക്കി എടുക്കുക. ഈ പരുവത്തെ കിട്ടും. ഇച്ചിരി മിക്സ് ആക്കണം. സ്വല്പം പാൽ ഒഴിച്ചിട്ടൊന്ന് സ്വല്പം കൂടെ ഒന്ന് ലൂസ് ആക്കി എടുക്കത്തോളം എടുക്കണം. അപ്പം ഈ പരുവത്തെ കിട്ടും. എന്നിട്ട് നമുക്ക് ആദ്യം നമ്മളെ ബീറ്റ് ചെയ്ത് വെച്ചില്ലേ നമ്മളെ മിക്സിങ് അതിൽ നിന്ന് 2 തവി ചോക്ലേറ്റ് പൗഡറിനകത്തോട്ട് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുത്ത് യോജിപ്പിച്ചെടുത്ത് മാറ്റി വെക്കണം. നമ്മൾ ഈ എടുത്ത് വെച്ചേക്കുന്ന നമ്മൾ ആദ്യം ബീറ്റ് ചെയ്ത് വെച്ചില്ലേ അത് മുട്ടയൊക്കെ ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഇന്നത്തുനിന്ന് ഒരു 2 തവി എടുത്തൊന്ന് മാറ്റി അങ്ങോട്ട് വെച്ചിട്ടൊന്ന് ഇളക്കിയെടുത്ത് നല്ലതായിട്ട് സെറ്റാക്കി അങ്ങ് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇതങ്ങ് മാറ്റി വെക്കുക. അപ്പൊ ബാക്കി അപ്പുറത്തിരിപ്പുണ്ട്. ബാക്കിയുള്ളതിനകത്തോട്ട് ബാക്കി ഒട്ടിക്കട്ടെ. ഇനി നമ്മുടെ ആ മൈദയൊക്കെ മാറ്റി വെച്ചില്ല നമ്മൾ ആദ്യം ചെയ്ത് ആ മൈദക്കകത്തോട്ട് നമ്മൾ പാലും ബട്ടറൂടെ മെൽറ്റ് ആക്കി വെച്ചായിരുന്നല്ലോ. അത് നമ്മൾ കുറേശ്ശെ അങ്ങോട്ട് യോജിപ്പിച്ച് ഇങ്ങനെ ഇളക്കിയെടുത്ത് നല്ലതായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. മൈദക്കകത്തോട്ട് പാലും ബട്ടറും മിക്സ് ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ മുട്ടയും പഞ്ചസാരയും ഇത് ബീറ്റ് വെച്ചില്ലേ അതുകൂടി ഇട്ട് അങ്ങോട്ട് നല്ലതായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കി അങ്ങോട്ട് ഇളക്കിയെടുത്താൽ മതി. ഇനി നമുക്ക് ബീറ്റിംഗ് ചെയ്യണ്ട. ഇതുപോലെ നല്ലതായിട്ട് ഇളക്കിയെടുത്തത് ഈ ഒരു പരുവത്തില് ഇച്ചിരി ലൂസായിട്ടുള്ള പരുവത്തില് ഈ ഒരു പരുവം മതി കേട്ടോ. ഒത്തിരി ലൂസായി പോലെ ഈ ഒരു പരുവത്തില് അങ്ങോട്ട് കറക്കി അങ്ങോട്ട് നല്ലതായിട്ട് യോജിപ്പിച്ച് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതൊരു ഏകദേശം ഒരു 3 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. അത് നമ്മുടെ ആ ബേക്കിംഗ് പൗഡർ ഒക്കെ ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടി ഒരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്ത് അടച്ചു വെക്കട്ടെ. ഇത്രയും പരിപാടി അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ കേക്ക് ബേക്ക് ചെയ്യുന്ന നമ്മുടെ ആ ഒരു പാത്രത്തിലോട്ട് സ്വല്പം നെയ്യ് അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് തൂത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ബട്ടർ പേപ്പർ അടിയിട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ട് കൊടുത്ത് നമ്മളിത് കുക്കറിനകത്താണ് വെക്കുന്നുണ്ട്. കുക്കറിന്റെ അടപ്പൊന്നും വയ്ക്കാതെ വെക്കുന്നത്. അപ്പൊ നമ്മുടെ വേണ്ട ആ ഒരു മിക്സി ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിന്റെ മുകളിലേക്ക് നമ്മൾ ചോക്ലേറ്റ് മിക്സ് ഒഴിച്ചു കൊടുക്കുക. അപ്പൊ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമുക്ക് ആ കേക്കിന് മിക്സ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിന്റെ മണ്ടക്കൂടെ ചോക്ലേറ്റിന്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ നമ്മൾ മൊത്തം ചെയ്ത് നമ്മളത് കട്ട് ചെയ്യാൻ നേരം ചോക്ലേറ്റിന്റെ ഇടയ്ക്ക് വരാൻ വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ചോക്ലേറ്റ് ഇടയ്ക്ക് ഒഴിക്കുക. മിക്സും അങ്ങനെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ മൊത്തം അതുപോലെ തന്നെ ആ ബാറ്റർ മൊത്തം അതുപോലെ തന്നെ യോജിപ്പിച്ച് നമ്മൾ എടുത്തേക്കുന്ന മൊത്തം അതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഞാനൊരു പഴയ കുക്കറാണ് എടുത്തേക്കുന്നുണ്ട്. പഴയൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ഈ പാത്രം ഈ സാധനം ഇല്ലേ ഈ സാധനം അങ്ങോട്ട് ഇറക്കി വെക്കുക. അതിന് മണ്ടക്കോട്ടെ നമ്മുടെ ആ കേക്കിന്റെ നമ്മളെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതും കൂടെ അങ്ങോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് ഒരു പാത്രം വെച്ച് അങ്ങോട്ട് അടച്ചു വെക്കുക. ഒരു വെയിറ്റിന് വേണ്ടി ഒരു സ്വല്പം എന്തെങ്കിലും ഒരു വെയിറ്റിന് വേണ്ടി അത് വെക്കുക. ഏകദേശം ഒരു 30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ കേക്ക് തന്നെ ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഇവിടെ സെറ്റായിട്ട് കിട്ടിയിരിക്കുവാണ്. എന്നിട്ട് നമുക്കിനി അതൊന്ന് തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് ആ ഒരു ബട്ടർ പേപ്പർ ഒക്കെ കളയാം ഉണ്ടോ. അപ്പൊ അടിയിലൊന്നും പിടിച്ചിട്ടൊന്നുമില്ല, കരിഞ്ഞൊന്നും പോയിട്ടൊന്നുമില്ല. കറക്റ്റായിട്ട് തന്നെ തീ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മാത്രം മതി. ആ ബട്ടർ പേപ്പർ ഇതങ്ങളെ കൊടുക്കുക. അപ്പൊ അതങ്ങളെ കൊടുക്കുക. അതിനുശേഷം
ഓക്കെ. എന്നിട്ട് അതിനുശേഷം നമുക്കൊരു 2 ടേബിൾ സ്പൂണ് നമ്മുടെ ചോക്ലേറ്റ് പൗഡർ വീണ്ടും എടുക്കുക. അതിലേക്ക് സ്വല്പം പാലൂടെ ചേർത്ത് നല്ലതായിട്ട് മിക്സ് ആക്കി കൊടുത്ത ശേഷം ഈ കേക്കിന്റെ മണ്ടയ്ക്ക് നമ്മൾ ചോക്ലേറ്റ് അങ്ങ് തേച്ച് കൊടുക്കാൻ വേണ്ടിയാണ് സ്വല്പം പാലൂടെ ഒഴിച്ചിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ അങ്ങോട്ട് തൂത്ത് കൊടുക്കുക. അങ്ങോട്ട് തേച്ച് അങ്ങോട്ട് പിടിപ്പിക്കുക. ചോക്ലേറ്റ് അങ്ങോട്ട് മൊത്തം കൂടെ തേച്ച് പിടിപ്പിക്കുക. അപ്പം നല്ലതായിട്ട് അങ്ങോട്ട് തേച്ച് അങ്ങോട്ട് പിടിപ്പിച്ച് അങ്ങോട്ട് വെക്കുക. ഇതുപോലെ അങ്ങോട്ട് പിടിപ്പിച്ച് വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്ക്. കാരണം ചോക്ലേറ്റ് ഒക്കെ ഒന്ന് സെറ്റ് ആയി പിടിച്ച് കിട്ടട്ടെ, അതിലോട്ടൊന്ന് പിടിച്ച് കിട്ടട്ടെ. അപ്പം ഇതുപോലെ അങ്ങോട്ട് തേച്ച് അങ്ങോട്ട് പിടിപ്പിക്കുക. കണ്ടോ? നമ്മുടെ സൈഡിലും നമ്മുടെ താഴത്തെ സൈഡിലും അതുപോലെ തന്നെ അങ്ങോട്ട് തേച്ച് പിടിക്കും കേട്ടോ. ആ സർക്കിൾ ഇല്ലേ താഴെ, ആ സൈഡിലും വെക്കുക. അപ്പൊ നമ്മൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് നമ്മൾ കട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ കേക്ക് കട്ട് ചെയ്തു. അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉള്ളൊരു കേക്ക് റെസിപ്പിയാണ്. അപ്പൊ ഉറപ്പായിട്ടും കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതുപോലെ തന്നെ ഉണ്ടാക്കി കൊടുക്കുക. പെട്ടെന്ന് നമുക്ക് ഒരു ഓവനും വേണ്ട. നമുക്കിത് പിന്നെ കുക്കർ വെച്ച് അടയ്ക്കുകയും ചെയ്യില്ല. ഞാൻ പറഞ്ഞു വെച്ചേക്കുന്ന ഒരു സാധാരണ പാത്രം, ഒരു അടപ്പ് വെച്ച് അടച്ചേക്കുന്നത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഉറപ്പായിട്ട് ഇതുപോലെ തന്നെ കുക്ക് ചെയ്ത് നോക്കുക കേട്ടോ. താങ്ക് യു.